ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാ ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, എന്താണ് ഈ മോഡറേഷൻ പരിപാടി എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 90s കാലഘട്ടങ്ങളിലായിരുന്നു ഈ മോഡറേഷന് വളരെയധികം വിലയുണ്ടായിരുന്നൊരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ SSLCക്ക് മാർക്കായിരുന്നു, ഈ ഗ്രേഡ് സിസ്റ്റം അല്ലായിരുന്നു. അപ്പോൾ ആ ഗ്രേഡ് സിസ്റ്റം ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ 210 മാർക്ക് വേണമായിരുന്നു ഒരു വിദ്യാർത്ഥിക്ക് പാസ്സായി കിട്ടാനായിട്ട്. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മാർക്ക് തന്നെയായിരുന്നു. ആ 210 വാങ്ങി പാസ്സായി അടുത്ത ലെവലിലോട്ട് അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് യോഗ്യത നേടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് ഈ ഗ്രേസ് മാർക്കോ മാർക്ക് സിസ്റ്റമോ ഒന്നുമില്ല. പഠിച്ചെഴുതുന്ന അക്കാഡമിക് ആയിട്ടുള്ള ആ മാർക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. അങ്ങനെ ലഭിക്കുന്ന കുട്ടികൾക്ക് അപ്പോൾ 250 വേണം ഒരു പാസ്സായി ഉന്നത പഠനത്തിനെത്താൻ വേണ്ട മാർക്കെന്ന് ഇരിക്കെ ആ കുട്ടിക്ക് ടോട്ടൽ മാർക്ക് 207 ഉള്ളായിരുന്നു, അല്ലെങ്കിൽ 208 ഉള്ളായിരുന്നെങ്കിൽ അവർ 2 മാർക്ക് കൂടി ആഡ് ചെയ്ത്, കാരണം വളരെ കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ അവർ മോഡറേഷന് ഇത്ര മാർക്കെന്ന് പ്രഖ്യാപിക്കും. ചിലപ്പോൾ 20 മാർക്കായിരിക്കും, ചിലപ്പോൾ 10 മാർക്കായിരിക്കും, ചിലപ്പോൾ 15 മാർക്ക്, ഇങ്ങനെ പ്രഖ്യാപിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 20 മാർക്ക് മോഡറേഷനാണ് ആ വർഷം ഗവൺമെൻറ് നൽകിയിരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ അതിൽ 200 മേടിച്ച അല്ലെങ്കിൽ 190 മേടിച്ച ഒരു കുട്ടിക്ക് ഈ 20 മാർക്ക് നൽകി അവർ 210 ആക്കി കൊടുത്തിട്ട് അവരെ ജയിപ്പിക്കുന്ന പരിപാടിയാണത്. അപ്പോൾ ചില കാലഘട്ടങ്ങളിൽ പിന്നീടുള്ള ഗ്രേഡിംഗ് സിസ്റ്റം വന്നപ്പോഴും ഈ ചില കുട്ടികൾക്ക് പാസ്സാവാനായിട്ട് അല്ലെങ്കിൽ A+ എത്താനായിട്ട് അല്ലെങ്കിൽ പാസ്സായി കഴിയാനായിട്ട് 1-2 മാർക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം തന്നെ അത് 2 മാർക്കും 1 മാർക്കൊക്കെ ആഡ് ചെയ്ത് A+ലോട്ടും ഗ്രേഡ് ഉയർത്താനും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അപ്പം നിങ്ങളിപ്പോൾ എത്രയൊക്കെ മോഡറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും എക്സാം വളരെ ടഫാവുന്ന ഒരു സന്ദർഭങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഇപ്പോൾ ചിലപ്പോൾ പറയും ഇങ്ങനെ ഇത്ര മാർക്ക് മോഡറേഷൻ നൽകി ആ കുട്ടികളെ ജയിപ്പിച്ചോളൂ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് മോഡറേഷൻ. അപ്പോൾ കുറേ നാളുകളായി ഈ മോഡറേഷൻ പരിപാടി നമ്മുടെ SSLCക്കാർക്കോ +2കാർക്കോ ഒന്നും നൽകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് CE മാർക്കുണ്ട്, ഗ്രേസ് മാർക്കുണ്ട്, അതിൻ്റെ കൂടെ ഇനി ഒരു മോഡറേഷൻ കൂടെ നൽകി വിജയിപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലെന്ന് അവർക്കറിയാം. അത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ 1 മാർക്കിന് A+ നഷ്ടപ്പെട്ട കുട്ടികളുണ്ടാവും, 1 മാർക്കിന് പാസ്സാവാത്ത കുട്ടികളുണ്ടാവും, അങ്ങനെ. പക്ഷേ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചർമാരുടെ ആ ഒരു മനോനില അനുസരിച്ചിട്ടിരിക്കും. അവരാണെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടിക്ക് നമ്മളിപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ സബ്ജക്റ്റിനെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിന് പാസ്സാവാൻ 5 മാർക്കില്ല, എവിടെയെങ്കിലും ഒരു മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അത് ചെയ്യും. കാരണം അവർ കുട്ടികളുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജയിച്ച് പൊക്കോട്ടെ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് അർഹതരായിക്കോട്ടെ എന്ന് കരുതിയാണ് അവർ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് മോഡറേഷൻ പരിപാടി ഇപ്പോൾ കുറേ നാൾ കൊണ്ട് നടക്കുന്നില്ല. ആ ഒരു പരിപാടി ഉണ്ടെന്ന് കരുതി ആരും ഇരിക്കുകയും വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് 1-2 മാർക്കിന് ഇത് A+ നഷ്ടപ്പെടുന്ന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആ ടീച്ചേഴ്സ് വാല്യുവേഷൻ ചെയ്ത ടീച്ചേഴ്സിൻ്റെ കയ്യിലിരിക്കുകയാണ്. അവരുടെ ആ ഒരു ഇതാണ്. നമുക്ക് ചില ടീച്ചേഴ്സ് സ്ട്രിക്റ്റായിട്ട് മാത്രമേ വാല്യുവേഷൻ ചെയ്യുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു രീതിയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ചില ടീച്ചർമാർ നമ്മൾ എന്നെ ക്ലാസ്സിൽ നിൽക്കുമ്പോഴല്ലേ ടീച്ചർമാർ വളരെ പാവമായിരിക്കും, ചിലർ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരുവിധമുള്ള ഒരു 3/4 ടീച്ചർമാരും 90% ടീച്ചർമാരും 1-2 മാർക്കിന് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് ആഡ് ചെയ്ത് നിങ്ങളെ അടുത്ത ഗ്രേഡിലേക്കോ പാസ്സാവാനും ഒക്കെ സഹായിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് മോഡറേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ. കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട് ചോദിച്ചത് കൊണ്ടാണ് ഈ മോഡറേഷൻ എന്താണെന്ന് ഇവിടെ പറയാമെന്ന് കരുതിയത്. അപ്പോൾ ഈ മോഡറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നന്ദി, നമസ്കാരം.